നമസ്കാരം. പോറ്റിയെ ജയിലിനകത്ത് കയറ്റിയതേ CPM ആണ്, പിണറായി സർക്കാരാണെന്ന് പറഞ്ഞൊരു പാട്ട് കൂടി ഇറങ്ങി. പ്രേക്ഷകർ കേട്ടോ എന്നറിയില്ല. എന്തായാലും പാട്ട് ഇപ്പോൾ അത്യാവശ്യം ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നേരത്തെ പോറ്റിയെ കയറ്റിയെ, അതുപോലെ സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ, അത്രയും വൈറലായില്ല ഈ പാട്ട്. ഇറങ്ങിയതേ ഉള്ളൂ. ഏതോ ഒരു ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ CPM അവരാണ് പുറത്തിറക്കിയത്. കഴിഞ്ഞ ദിവസത്തെ കടകംപള്ളി സുരേന്ദ്രൻ ഇദ്ദേഹത്തെ SIT ചോദ്യം ചെയ്തപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ കരച്ചിലിന്റെ വാക്കോളം എത്തി എന്ന് പറഞ്ഞ ചില റിപ്പോർട്ടുകൾ കണ്ടു. അതായത് താൻ നിരപരാധിയാണ് എന്ന് വരുത്തി തീർക്കുന്നതുമായി അത് ആ രീതിയിൽ താൻ തെറ്റൊന്നും ചെയ്തില്ല, തന്നെ സ്വർണം കട്ടവൻ എന്ന് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കരച്ചില് പൊട്ടി വികാരാധീനായി എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ സുരേന്ദ്രൻ നൽകിയ മൊഴികൾ സംബന്ധിച്ചും അന്വേഷണ സംഘം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വ്യക്തത തേടിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കടകംപള്ളി നൽകിയ മറുപടിയിൽ മൊത്തം അവ്യക്തതയാണ് എന്നാണ് റിപ്പോർട്ട്. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പോറ്റിക്ക് സഹായം ചെയ്യണമെന്ന് അപേക്ഷയ്ക്ക് മുകളിൽ എഴുതിയത് സാധാരണ നടപടിക്രമമാണോ എന്നും സംശയമുണ്ട്. കാരണം ബോർഡിന്റെ കാര്യങ്ങളിലൊന്നും താൻ ഇടപെടാറില്ല എന്ന് മുൻമന്ത്രി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കടകംപള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. SITയുടെ 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ കടകംപള്ളി വികാരാധീനായി എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് അറിവും പങ്കുമില്ല, സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കരുത്, മാനസിക വിഷമം ഉണ്ടാക്കുന്നു, അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നും കടകംപള്ളി പറയുന്നു. പത്മകുമാറിന്റെയും വാസുവിന്റെയും മൊഴികളും പരിശോധിക്കും. ഇതിനകത്ത് ഈ 3, 4, 5 മൊഴികൾ, അതായത് കടകംപള്ളിയുടെ മൊഴി, അതുപോലെ പത്മകുമാറിന്റെ മൊഴി, വാസുവിന്റെ മൊഴി, മുരാരി ബാബുവിന്റെ മൊഴി, അപ്പം ഈയിടെ അറസ്റ്റിലായ N ശങ്കർദാസിന്റെ മൊഴി, ഇതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സമ്മിശ്രമായ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനാണ് SIT ഇപ്പോൾ ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും ഈ ലിങ്ക് കൃത്യമായി ഇത് ആരുടെ പ്ലാനാണ്, അല്ലെങ്കിൽ ആരൊക്കെ ചേർന്ന് നടത്തിയ, ഒരാളുടെ പ്ലാൻ ആയിരിക്കില്ലല്ലോ, ആരൊക്കെ ചേർന്ന് നടത്തിയ പ്ലാനാണ് എന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ SIT മുമ്പോട്ട് പോകുന്നത്. മാത്രമല്ല SIT ഉദ്യോഗസ്ഥരുടെ ഫോൺ കോളുകൾ ചോർത്തിയെടുക്കുന്നു എന്നുള്ള ചില പരാതികൾ വരുന്നുണ്ട്. അതായത് അവർക്ക് ഒഫീഷ്യൽ ഫോൺ നമ്പേഴ്സ് ആയിരിക്കും, പോലീസുകാർ തന്നെയാണല്ലോ, അവരുടെ ഫോൺ നമ്പർ ഇവിടെ പോലീസ് അസോസിയേഷന്റെ ചില ഉന്നതന്മാരും അതുപോലെ ആഭ്യന്തര വകുപ്പിലെ ചില ആളുകളും ഒക്കെ ചേർന്ന് ഇവരുടെ ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യുകയാണ്. ഈ അടുത്ത നീക്കം എങ്ങോട്ടാണ്, ഏത് സഖാവിന്റെ അടുത്തേക്കാണ്, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ SIT അന്വേഷണം നടക്കുന്നു. കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ അവരുടെ മാത്രമല്ല, ഇവരുടെ ബന്ധുക്കളുടെ കൂടി, SIT ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളുടെ, മക്കളുടെ, ഭാര്യയുടെ, സഹോദരിമാരുടെ, സഹോദരന്മാരുടെ ഒക്കെ തന്നെ ഫോൺ കോളുകൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഗുരുതരമായ ഒരു റിപ്പോർട്ട് കാണാൻ സാധിച്ചു. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ആട്ടപടലം. ഇതിപ്പോ EDയോ CBIയോ ഒന്നും വന്നില്ലെങ്കിൽ ആട്ടപടലം ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടും. ഇവരെല്ലാം പുറത്തിറങ്ങും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, ഇതിപ്പോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം അല്ലായിരുന്നു എങ്കിൽ വാസുവോ, മുരാരി ബാബുവോ, അല്ലെങ്കിൽ A പത്മകുമാറോ, N ഹരികുമാറോ ആരെങ്കിലും അകത്ത് കിടക്കുമായിരുന്നു, ആരെങ്കിലും അകത്തിടുമായിരുന്നു. വെറുതെ മൊഴിയെടുത്തങ്ങ് വിടും. അന്വേഷണം നടക്കുന്നുണ്ട്, അതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ അല്ലാതെ ഈ അന്വേഷണം നടത്താൻ ഇവരെ കൊണ്ട് പറ്റില്ല. കാരണം സഖാക്കൾ തന്നെയാണ്, സഖാക്കളാണേ അയ്യപ്പ. ഫോൺ കോൾ ചോർത്തി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. SITക്കാരെ സത്യം പറഞ്ഞാല് ഇവര് ചതിക്കുകയാണ് ചെയ്യുന്നത്. നന്നായി അന്വേഷിക്കുന്ന ആളുകളെ അന്വേഷണം മറികടക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളുടെ ഭാഗമായി അവരുടെ ഫോൺ കോൾ ചോർത്തി കാണും. ശശിധരൻ സാറിന്റെ ഫോൺ കോൾ വരെ ചോർത്തി കാണും. ചിലപ്പോൾ SP ശശിധരന്റെയും ഫോൺ കോൾ ചോർത്തി കാണുമായിരിക്കും അല്ലേ. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും കടകംപള്ളി വികാരാധീനായിട്ട് കാര്യമൊന്നുമില്ല. സത്യം എന്നെങ്കിലും ഒരിക്കൽ പുറത്തു വരുമായിരിക്കും. നമുക്ക് അങ്ങനെ ഇപ്പൊ പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ.